നമസ്കാരം. സ്വർണ്ണവില പവൻ 3 ലക്ഷം. ചരിത്രപരമായ റെക്കോർഡ് വിലയിലിട്ട് പൊന്നു കുതിക്കുന്നു. ഇന്നോ നാളെയോ ഈ വിലയാകുമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഏകദേശം 2030 സ്വർണ്ണവില 3 ലക്ഷമാണ്. സാധാരണക്കാരന് അപ്രാപ്യമായിട്ടുള്ള ആസ്തിയായിട്ട് സ്വർണം മാറുമോ എന്നുള്ള ആശങ്കയിലാണ് സാധാരണ ജനങ്ങൾ. അടുത്ത കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ സ്വർണ്ണവില ചരിത്രപരമായിട്ടുള്ള റെക്കോർഡ് ഉയരത്തിലെത്തുമെന്ന് സാമ്പത്തിക വിദഗ്ധരുടെ പ്രവചനം വന്നിരിക്കുന്നു. നിലവിലെ ആഗോള സാമ്പത്തിക പ്രവണതകൾ അത് ഇനിയും ഇതുപോലെ തന്നെ തുടരുകയാണെങ്കിൽ 2030 സ്വർണ്ണവില ഇപ്പോഴത്തെ വിലയുടെ ഇരട്ടിയാകും. ചില പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നത് 2030 1 ഗ്രാം സ്വർണത്തിന് 30,000 രൂപയും 10 ഗ്രാമിന് 3 ലക്ഷം രൂപ വരെയും വില ഉയർന്നേക്കുന്നതാണ്. പണപ്പെരുപ്പത്തിന്റെ സാഹചര്യത്തിൽ പേപ്പർ കറൻസിയുടെ മൂല്യം കുറയുമ്പോഴും സ്വർണം ചരിത്രപരമായിട്ട് അതിന്റെ മൂല്യം നിലനിർത്തുകയും വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് കാരണം നിക്ഷേപകരും കുടുംബങ്ങളും കേന്ദ്ര ബാങ്കുകളും വലിയ തോതിൽ സ്വർണം ശേഖരിക്കുകയാണ്. സ്വർണ്ണഖനനം കൂടുതൽ ചെലവേറിയതാകുന്നതും പുതിയ ഖനികളുടെ കണ്ടെത്തലുകൾ കുറയുന്നതും ഡിമാൻഡ് കൂടുന്നതും വില കുതിച്ചുയരാൻ കാരണമാകുന്നു. യുദ്ധങ്ങൾ, ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ, സാമ്പത്തിക അനിശ്ചിതത്വം എന്നിവ സുരക്ഷിതമായ ആസ്തി എന്ന നിലയിൽ സ്വർണത്തിന്റെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നുണ്ട്. ഡോളറിലുള്ള ആശങ്കകൾ കാരണം ചൈനയും റഷ്യയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ സ്വർണ്ണശേഖരം വർദ്ധിപ്പിക്കുന്നത് വിപണിയിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. കേന്ദ്ര ബാങ്കുകളുടെ ഈ നയങ്ങളും ആഗോള വിപണി സാഹചര്യങ്ങളും സ്വർണ്ണവിലയെ ദീർഘകാലത്തേക്ക് വളരെ പോസിറ്റീവായി നിലനിർത്തുന്നതാണ് ഇപ്പോൾ വിദഗ്ധർ വിലയിരുത്തുന്നത്. അതായത് 2030 സ്വർണ്ണവില കൃത്യമായി എത്രയാകുമെന്ന് പ്രവചിക്കാൻ ആയില്ല എങ്കിൽ കൂടിയും ഭാവിയിലേക്കുള്ള സമ്പാദ്യമായിട്ട് സ്വർണ്ണത്തെ കാണുന്നവർ എത്രയും വേഗം നിക്ഷേപം ആരംഭിക്കുന്നതാണ് ഉചിതമെന്നാണ് സാമ്പത്തിക വിദഗ്ധരടക്കം പറയുന്നത്. പണപ്പെരുപ്പവും പലിശ നിരക്കും സാമ്പത്തിക വളർച്ചയും ഒക്കെ ഇതിനെ സ്വാധീനിക്കുമെങ്കിലും വരും വർഷങ്ങളിൽ സ്വർണം സാധാരണക്കാർക്ക് അപ്രാപ്യമായേക്കാവുന്ന നിലയിലേക്ക് വില ഉയരുമെന്നത് ഗൗരവകരമായിട്ടുള്ള കാര്യമാണ് എന്ന് പറയട്ടെ. അതുകൊണ്ട് ചിലപ്പോൾ പവന് 3 ലക്ഷം ആയാലും ഞെട്ടണ്ട. വളരെ ചരിത്രപരമായിട്ടുള്ള റെക്കോർഡ് വിലയിലേക്ക് പോവുകയാണ് പൊന്നുപോലെ പൊന്ന്.